Watch India's largest kids library only on Jio Hotstar. Download the app now. ആക്രാന്തം കാണിക്കാതെ ഒന്ന് സമാധാനത്തിൽ ഇരുന്ന് തിന്ന്. നിനക്കുള്ളത് തന്നെയല്ലേ ഇതെല്ലാം, പിന്നെ എന്തിനാ ഇത്ര തിടുക്കം? ചായക്കട ചേട്ടാ, തെറ്റ് മുഴുവൻ നിങ്ങളുടേതാണ് ചേട്ടാ. ഇത്രയും ടേസ്റ്റുള്ള സമൂസ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എങ്ങനെയാ കഴിക്കാതിരിക്കുക? പറഞ്ഞേട്ടാ, നിങ്ങൾ പറഞ്ഞോണ്ട് ഇരുന്ന് കഴിച്ചോളാന്നേ. പത്തിലു ആ മനുഷ്യൻ അയാളുടെ പേഴ്സ് താഴെ ഇട്ടു പോകുന്നു. അല്ല, ഇതില് മുഴുവനും പൈസയുടെ നോട്ടുകളാണല്ലോ. അതെ സുഹൃത്തേ, അതെ സഹോദര, ദേ നിങ്ങളുടെ പേഴ്സ്. താങ്ക് യു വെരി മച്ച്. ചേട്ടാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പൈസ നിറഞ്ഞ പേഴ്സ് നിങ്ങൾക്ക് വേണേ വെക്കാമായിരുന്നു. പക്ഷേ നിങ്ങൾ അത് തിരിച്ചു കൊടുത്തു. അത് വലിയ കാര്യമല്ലേ? ഇന്നത്തെ ലോകത്തിൽ ആൾക്കാർ വളരെ ചുരുക്കമേ ഇങ്ങനെ ആലോചിക്കൂ. ചേട്ടാ, എൻ്റെ പേര് ബബൻ മുർഗിവാല എന്നാണ്. എൻ്റെ കയ്യിൽ ഒരു കോഴിയുണ്ട്. എനിക്കൊരു അത്യാവശ്യ കാര്യത്തിനായിട്ട് വെളിയിൽ പോകണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഇപ്പൊ ഈ കോഴിയെ ഒറ്റയ്ക്ക് എങ്ങും വിടാൻ പറ്റില്ല. നിങ്ങൾ എൻ്റെ കോഴിയെ കുറച്ചു നാൾ നിങ്ങളുടെ അടുത്തുനിന്ന് വെക്കുവോ? എനിക്ക് നിങ്ങളെ ശരിക്കും വിശ്വസിക്കാം. നിങ്ങൾ ഇതിനെ കറക്റ്റായിട്ട് സംരക്ഷിക്കുമെന്ന്. കാരണം നിങ്ങൾ നല്ല മനുഷ്യരാ. അതെ അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെ വെച്ചോളാം. എന്താ പത്തിലു, നമുക്കിതിന് നമ്മുടെ കൂടെ വെച്ചാലോ? അതെ മോട്ടു, നമുക്ക് കയ്യിൽ വെക്കാം. നിങ്ങൾ എത്ര ദിവസം കഴിഞ്ഞാ തിരിച്ചു വരിക? അത് ഞാൻ വെറും 2 ദിവസത്തേക്ക് മാത്രമേ ഞാൻ പോണുള്ളൂ. ഇന്നാ പിടിച്ചോ എന്റെ കോഴിയെ. ഇത് എനിക്ക് എന്റെ ജീവനേക്കാളും സ്നേഹമാ. അതേന്ന് മോട്ടോനും പത്തനും കോഴിനെ സൂക്ഷിക്കേണ്ട ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ ഇപ്പോഴാണ് പാർട്ടി ചെയ്യാനുള്ള മൂഡിലാണ് ഞാനിപ്പോ. നമ്പർ 1 നമ്പർ 2, ഇന്ന് രാത്രി എനിക്ക് ഡിന്നർ എന്താണെന്നറിയോ? ചിക്കൻ ബിരിയാണി. പത്തുലു, എനിക്ക് തോന്നുന്നു ഇതിന് വിശക്കുന്നുണ്ടെന്നാണ്. അതുകൊണ്ട് ഞാൻ പുറത്തിരുന്ന് ഇതിനെ നല്ലപോലെ ശ്രദ്ധിച്ചോളാം. എന്ത് പറയുന്നു? ശരി, ഞാൻ പോയി ചായ ഉണ്ടാക്കിക്കൊണ്ട് വരാം. നമുക്ക് 2 പേർക്കും അവിടെ ഇരുന്ന് നോക്കാന്നേ. ചായ കുടിച്ചിട്ട് ഇത് കൊള്ളാലോ, കോഴി. ഇതിനെ തിന്നാൻ വളരെ രസമായിരിക്കും. മോട്ടു പരുന്ത് കോഴീനെ പിടിക്കാൻ വരുന്നുണ്ട്. പത്തുലു, കോഴിയെ തനിച്ചാക്കിയിട്ട് അങ്ങോട്ട് പോവരുതേ. കോഴി വളരെ ചെറുതായിരുന്നു, പക്ഷേ ഇപ്പൊ ഇത്ര ഭാരം എന്താ? അയ്യോ, ഞാൻ കോഴിയുടെ മുതലാളിയാണല്ലോ വിളിച്ചോണ്ട് വന്നേ. എപ്പോ നോക്കിയാലും എന്റെ മേത്ത് തന്നെ വന്ന് വീഴണം അല്ലേ? നിനക്കുള്ള ഇന്നത്തെ റേഷൻ ഇപ്പൊ തന്നെ തന്നേക്കാം. പത്തുലു, നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വേണം ഈ കോഴിയെ ശ്രദ്ധിക്കുവാൻ. മനസ്സിലായോ നിനക്ക്? എന്റെ പ്രിയപ്പെട്ട ഡോഗി, അതാ കണ്ടോ എത്ര വലിയ കോഴിയാണെന്ന്. പതുക്കെ ചെന്ന കോഴിനെ എടുത്തിട്ട് വാ. ഇന്ന് രാത്രി നീയും ഞാനും പാർട്ടി ചെയ്യാം. പോ. അയ്യോ ഡോഗി! ഡോഗി, ഞാൻ നിനക്ക് കഴിക്കാൻ വേറെ വല്ലതും തരാന്നേ. പക്ഷെ ഈ കോഴിനെ വെറുതെ വിട്ടേക്കോ? ഇല്ല. താങ്കൾ സ്വയം താങ്കളുടെ കോഴിയെ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയെന്നാണ്. ഈ മോട്ടു താഴെ നോക്ക്, നമ്മൾ എത്ര ഉയരത്തിലാ കയറി വന്നേ നോക്ക്. ഇല്ല,
തെറ്റ് പറ്റിപ്പോയി ബോക്സർ ചേട്ടാ. ഒന്ന് വേഗമാവട്ടെ, വേഗം തന്നെ പണി പൂർത്തിയാക്ക്, അല്ലെങ്കിൽ നിനക്ക് ആഹാരം ഒന്നും കിട്ടാൻ പോകുന്നില്ല, മനസ്സിലായോ? ഫ്രീ എന്റർടൈൻമെന്റ്. ഇത് കാണാൻ എന്ത് രസമുള്ള കാഴ്ചയാണ്. മോട്ടു, സോറി മോട്ടു, ഞാൻ കാരണം നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഏയ് കുഴപ്പമില്ല കോഴിറാണി, ഞാനും ബോക്സർ ചേട്ടനും പണ്ട് തൊട്ട് ഭയങ്കര കൂട്ടുകെട്ടാ. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ വഴക്കിട്ടോണ്ടിരിക്കും. പത്തലു പത്തലു, കണ്ടില്ലേ കോഴി നമുക്ക് മുട്ട തന്നിരിക്കുന്നു. ഒരുപക്ഷെ ഇതിന്ന് കുഞ്ഞുണ്ടായേക്കാം, അത് രാവിലെ അറിയാൻ കഴിയും. പൊളിച്ചേ എന്റെ പത്തലു കോഴിക്കുഞ്ഞുങ്ങള്. മോട്ടു പത്ലു, നിങ്ങളൊരു മാമനായിരിക്കുന്നു. കുട്ടികളെ, ഇതാണ് നിങ്ങളുടെ മാമൻ. നമ്പർ 1, നമ്പർ 2. ഇന്നലെ നമ്മുടെ പാർട്ടി മിസ്സായിട്ടുണ്ടാവാം, പക്ഷേ ഇന്ന് നമുക്കൊരു ബോണസ് പാർട്ടി കിട്ടാൻ പോവുകയാണ്. അങ്ങോട്ട് നോക്ക്. പത്തലു, ഞാൻ ചെന്ന് കുളിച്ചിട്ട് വരാം. അതുവരെ നീ കോഴിക്കുഞ്ഞുങ്ങളെ നോക്കണം കേട്ടോ. അത് നോക്ക്, അത് നമ്മൾക്ക് വേണ്ടിയിട്ടിരിക്കുന്നതാ. വാ 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 വാ. ഇന്നൊരു അടിപൊളിയായിട്ടുള്ള പാർട്ടി ഉണ്ട്. വരൂ വരൂ, അങ്ങനെ തന്നെ കഴിച്ചുകൊണ്ട് വരൂ, എല്ലാവരും വരൂ, കേറ്. അമ്മ കോഴിയും പുറകെ തന്നെ വരും. അതിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി തന്നെ നമുക്ക്. മോട്ടു, അവർ എന്റെ കുട്ടികളെയും കൊണ്ട് പോയിരിക്കുന്നു. ബൈ 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 മോട്ടോ. ഇന്ന് തൊട്ട് ഈ കോഴി കുഞ്ഞുങ്ങളെ എനിക്ക് സ്വന്തമായതാണ്. വേഗം പോടാ. നമ്പർ 1. പത്തലു, ജോൺ രക്ഷപ്പെട്ടോണ്ടിരിക്കുക. എന്താ ചെയ്യാ, വേഗം പറ. നിനക്ക് അറിഞ്ഞൂടെ വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്നുള്ള കാര്യം? ഐഡിയ. മോട്ടു വയറ് നിറച്ച് സമൂസ കഴിക്ക്, എന്നിട്ട് വാന് നിർത്താൻ നോക്ക്. ജോണെ, ആ കോഴിക്കുഞ്ഞുങ്ങളെ തന്നിട്ട് പോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. നിന്നെ വിടേണ്ടത് ഞാനാണ് മോട്ടോ, കാരണം ആ കോഴി കുഞ്ഞുങ്ങൾ ഇപ്പൊ എന്റെ കയ്യിലാണ്. നിന്നെ കൊണ്ട് പറ്റെങ്കിൽ രക്ഷിക്കുക. ഓഹോ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞങ്ങൾക്ക് ഒന്നും പറ്റിട്ടില്ല മാമ, ഞങ്ങൾ സുഖമായിരിക്കുന്നു. പത്തലു, ഈ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോളേ. ഞാൻ ആ ജോണിനൊരു പാഠം പഠിപ്പിച്ചിട്ട് വരാം. എവിടേക്കാ വരേണ്ടത് ജോണെ? പാർട്ടി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? വേണ്ട മോട്ടോ, എന്നെ ആരെങ്കിലും രക്ഷിക്കുക. അത് ശരി, എന്റെ ഭക്ഷണം എന്റെ അടുത്ത് സ്വയം വന്നോ? ചേടാ, എന്നെ നീ എങ്ങോട്ടാ കൂട്ടിട്ട് പോകുന്നത്? എന്നെ കണ്ടാ നിനക്ക് എങ്ങനെയാ തോന്നുന്നത്? ഞാൻ നിന്റെ പാർട്ടി ഡിഷ് അല്ല, എന്നെ വിട്ടേക്ക്. ബൈ ബൈ ജോൺ, എൻജോയ് ദി പാർട്ടി. താങ്ക് യു മോട്ടു, നീ എന്റെ കുട്ടികളെ രക്ഷിച്ചിരിക്കുന്നു. അല്ല, നന്ദിയൊക്കെ എന്തിനാ പറയുന്നത്? ഞാൻ അവരുടെ മാമയല്ലേ, മാമ. ഇതെന്റെ കടമയല്ലേ. നിങ്ങൾ വരൂ, നമുക്ക് വീട്ടിൽ പോവാം. മോട്ടുമാമൻ ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. മോട്ടുമാമൻ വളരെ നല്ല മനുഷ്യനാ. താങ്ക് യു മോട്ടു, ഞങ്ങൾ ഇപ്പോൾ പോകുന്നു.
പത്തിലും എന്നോട് എല്ലാം സത്യമായിട്ട് പറഞ്ഞു. ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായെന്ന്. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾക്ക് ഇതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ഇവർ എന്റെ അടുത്തേക്ക് കൊണ്ടുവരണം കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഇവരെ മിസ് ചെയ്യും. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരുപാട് കളിച്ച് നടന്നതല്ലേ. ഓക്കെ മക്കളെ, ബൈ ബൈ. പത്തലോ, എനിക്ക് അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല. മോട്ടു, നീ കരയാതിരിക്കൂ. നിന്നെ കാണാൻ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം. നീ ഒന്ന് വിഷമിക്കാതിരിക്കൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.